ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റുന്നതായി പ്രവർത്തിക്കുന്നത് നിരവധി ജിഹാദി സംഘടനകൾ. മതം മാറ്റുന്നതായി ആളുകൾ പ്രത്യേകം തിരഞ്ഞെടുക്കുന്നുണ്ട്. അമുസ്ലിങ്ങളായ ആൺകുട്ടികളെയും മതം മാറ്റുന്നുണ്ട്. സ്വന്തം അനുഭവ കഥകൾ തുറന്നു പറഞ്ഞ് സാമൂഹിക പ്രവർത്തകയും സിനിമാ സീരിയൽ പ്രൊഡ്യൂസറുമായ ലൂസിയമ്മ. ലവ് ജിഹാദ് ഉണ്ട്. ക്രിസ്ത്യൻ മുസ്ലിം പെൺകുട്ടികളെ തിരഞ്ഞുപിടിച്ച് മതം മാറ്റുന്നതിനായി പ്രവർത്തിക്കുന്നത് നിരവധി സംഘടനകളാണ്. അത്തരത്തിലുള്ള അനുഭവ കഥകൾ പങ്കുവെക്കുകയാണ് സാമൂഹിക പ്രവർത്തകയും സിനിമാ സീരിയൽ പ്രൊഡ്യൂസറുമായ ലൂസിയാമ്മ. സിഎക്ക് പഠിക്കുന്ന 19 വയസ്സുള്ള പെൺകുട്ടിയെ സഹപാഠി പീഡിപ്പിച്ചു. ശേഷം നഗ്ന ഫോട്ടോ കാണിച്ച് മതം മാറ്റാൻ ശ്രമിച്ചു. ഈ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി എവിടെയെങ്കിലും മതം മാറ്റ കേന്ദ്രത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചത്. അല്ലെങ്കിൽ 19 വയസ്സുള്ള അവന് അത് കല്യാണം നിയമപരമായിട്ട് അത് നിലനിൽക്കില്ല എന്ന് അറിയാവുന്ന ആണല്ലോ ഇന്നത്തെ കുട്ടികളൊക്കെ. പെൺകുട്ടിക്കത് മതി, ആൺകുട്ടിക്ക് 19 വയസ്സേ ഉള്ളൂ. പക്ഷേ ഇവളെ കൊണ്ടുപോയി സത്യസരണിയിലോ മുഖത്താറിലോ അല്ലെങ്കിൽ പൊന്നാനിയിലോ എത്തിച്ചു കൊടുക്കുക, അത് ആർക്കോ വേണ്ടി ഇവൻ ചെയ്യുന്ന പണിയായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. പെൺകുട്ടികളെ മാത്രമല്ല, അമുസ്ലിങ്ങളായ ആൺകുട്ടികളെയും മതം മാറ്റുന്നതിനായുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഓരോരുത്തരുടെ ശരിക്കുള്ള ഇൻട്രസ്റ്റ് എന്താണെന്ന് പഠിക്കും. അതെ, ആ ഇൻട്രസ്റ്റിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. ക്ലാസ്സിൽ കൂടെയുള്ള കുട്ടികളാണെങ്കിൽ പഠന കാര്യങ്ങളിൽ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരെ അവർക്ക് എന്താണ് ഇഷ്ടം ആ രീതിയിൽ ഇവർ ആക്ട് ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ പയ്യൻ്റെ കേസിൽ അവന് സിനിമയോടായിരുന്നു താല്പര്യം. എന്നിട്ട് ഇവരോട് പറഞ്ഞ് നിന്നെ ഒരു ടെലിഫിലിമിൽ അഭിനയിപ്പിക്കാം, അവിടെ ഒരു ടെലിഫിലിമിൻ്റെ ഇത് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഈ പയ്യനെ കൊണ്ടുപോയി. തിരിച്ച് വന്നപ്പോൾ തൊട്ട് ഈ പയ്യന് വല്ലാത്ത ചേഞ്ച് വീട്ടുകാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പയ്യൻ കഥ അടച്ചിട്ട് കയറിയിരിക്കുന്നത് കണ്ടിട്ട് ഇവർ നോക്കുമ്പോൾ പയ്യൻ നിസ്കരിക്കുന്നു. മാർക്സിസ്റ്റ് കുടുംബമാണ്. അവിടുത്തെ ഒരു BJP നേതാവിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം അലിയേട്ടനെ വിളിച്ചു, സാറേ ഞങ്ങൾ അങ്ങോട്ടൊന്ന് കൊണ്ടുവരട്ടെ, സാറൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കുമോ എന്ന് ചോദിച്ചു. എൻ്റെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്, അത് വെച്ചിട്ട് പറയാം. പക്ഷെ അതല്ല, അതിനേക്കാൾ നല്ലത് ചിദാനന്ദപുരി സ്വാമിജിയാണ്. നിങ്ങൾ സ്വാമിജിയുടെ അടുത്തേക്ക് മോനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. നിരവധി അനുഭവ കഥകൾ പങ്കുവെക്കുന്നുണ്ട് ലൂസിയാമ്മ. എല്ലാം ലവ് ജിഹാദ് ഇല്ലെന്ന് വാദിക്കുന്നവർക്കുള്ള മറുപടിയാണ്. ജനം, കോഴിക്കോട്.